Hi dear students, welcome to Alex E Academy. ഈ ഒരു ലെക്ചർ വീഡിയോയിൽ CET 204 ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് 1-ലെ 4th മൊഡ്യൂളിൽ നിന്നുള്ള 9th ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ലെക്ചറിൽ കോമ്പാക്ഷൻ എന്താണെന്നും കോമ്പാക്ഷൻ്റെ ടെസ്റ്റുകളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ലെക്ചറിൽ കോമ്പാക്ഷൻ കൺട്രോൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Control of compaction, field compaction method, Proctor needle for field control. ഈ 3 ടോപ്പിക്സാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കോമ്പാക്ഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ കോമ്പാക്ഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഇനി കോമ്പാക്ഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഫസ്റ്റ് വൺ, ടൈപ്പ് ഓഫ് സോയിൽ. അപ്പോൾ ടൈപ്പ് ഓഫ് സോയിൽ മാറുന്നതനുസരിച്ച് ഈ കോമ്പാക്ഷൻ കർവിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമുക്കിവിടെ കോമ്പാക്ഷൻ കർവ് ഒരെണ്ണം കാണിച്ചിട്ടുണ്ട്. വാട്ടർ കണ്ടൻറ്റ് എക്സ് ആക്സിസിൽ, വൈ ആക്സിസിൽ ഡ്രൈ ഡെൻസിറ്റി. ഇപ്പോൾ ക്ലേയി സോയിൽ, ഫൈൻ ഗ്രൈൻഡ് സോയിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കോമ്പാക്ഷൻ കർവ് ഇവിടെ ആയിരിക്കും. സിൽട്ട് ആണെങ്കിൽ അതിൻ്റെ കുറച്ചുകൂടി ലെഫ്റ്റ് സൈഡിലേക്ക് ഹയർ വാല്യൂ ആയിരിക്കും. സാൻഡ് ആണെങ്കിൽ, അതായത് ഗ്രാവൽ കുറച്ചുകൂടി കോസ് ഗ്രൈൻഡ് ആണെങ്കിൽ അത് കുറച്ചുകൂടി ഹയർ ഡ്രൈ ഡെൻസിറ്റിയും ലെസ്സർ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റും ആയിരിക്കും വരുന്നത്. അപ്പോൾ coarse grained soil attain higher dry density at low optimum moisture content than fine grained soil. അപ്പോൾ ഗ്രെയിൻ സൈസ് അനുസരിച്ചിട്ട് ടൈപ്പ് ഓഫ് സോയിൽ എന്ന് പറയുമ്പോൾ ഗ്രെയിൻ, കോസ് ഗ്രെയിൻ സോയിലാണെങ്കിൽ അതിൻ്റെ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി പെട്ടെന്ന് അച്ചീവ് ചെയ്യും വിത്ത് എ മിനിമം ചെറിയൊരു മോയ്സ്ചർ കണ്ടൻറ്റിലായിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഒരു സാമ്പിൾ ഷേപ്പുകൾ പഠിച്ചു വെക്കുക. അടുത്തത് വാട്ടർ കണ്ടൻറ്റ്. സെക്കൻഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ വാട്ടർ കണ്ടൻറ്റ് ആണ്. അപ്പോൾ നമുക്ക് കോമ്പാക്ഷൻ കർവ് നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു. ഈ ഒരു ഷേപ്പിലാണ് വരുന്നത്. ഇനീഷ്യലി കോമ്പാക്ഷൻ വാട്ടർ കണ്ടൻറ്റ് കൂടുന്നതനുസരിച്ച് ഡ്രൈ ഡെൻസിറ്റി കൂടും. ഒരു മാക്സിമം എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വാട്ടർ കണ്ടൻറ്റ് ആഡ് ചെയ്താലും ഡ്രൈ ഡെൻസിറ്റി കുറയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി ഡ്രൈ ഡെൻസിറ്റി ഓഫ് ദ സോയിൽ ഇൻക്രീസസ് വിത്ത് വാട്ടർ കണ്ടൻറ്റ്. ബിയോണ്ട് എ സർട്ടൺ ലിമിറ്റ് ഡ്രൈ ഡെൻസിറ്റി ഡിക്രീസസ്. അപ്പോൾ ഇനീഷ്യലി നമ്മൾ വാട്ടർ കണ്ടൻറ്റ് ആഡ് ചെയ്യുന്നതനുസരിച്ച് ആ സോയിലിൻ്റെ ഡ്രൈ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും, അതായത് കോമ്പാക്ഷൻ എഫേർട്ട് ഇൻക്രീസ് ചെയ്യും. കോമ്പാക്ഷൻ എഫേർട്ടല്ല, കോമ്പാക്ഷൻ്റെ ആ ഒരു പ്രോസസ്സ് ഇൻക്രീസ് ചെയ്യും. പക്ഷേ ഫർദർ നമ്മൾ വെള്ളം ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡ്രൈ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യും. ഇനീഷ്യലി അതിൻ്റെ റീസൺ ആണെങ്കിൽ പറയാൻ പോകുന്നത്, ഇനീഷ്യലി അറ്റ് ലോവർ വാട്ടർ കണ്ടൻറ്റ് സോയിൽ ഈസ് സ്റ്റിഫ്. കുറച്ച് വാട്ടർ കണ്ടൻറ്റ് ഉള്ളെങ്കിൽ സോയിൽ സ്റ്റിഫ് ആയിരിക്കും. അസ് ദ വാട്ടർ കണ്ടൻറ്റ് ഇൻക്രീസസ് ദ സോയിൽ ഗെറ്റ് ലൂബ്രിക്കേറ്റഡ്. ഇപ്പോൾ വാട്ടർ കണ്ടൻറ്റ് പതുക്കെ നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് സോയിൽ ലൂബ്രിക്കേറ്റഡ് ആവും. ഹെൻസ് on compaction, the soil particle slides over the other and achieve most dense state, increasing the density of soil. അപ്പോൾ ഇങ്ങനെ സോയിൽ പതുക്കെ വാട്ടർ കണ്ടൻറ്റ് കൂടുന്നതനുസരിച്ച് ലൂബ്രിക്കേറ്റഡ് ആകുമ്പോൾ നമ്മൾ കോമ്പാക്ട് ചെയ്യുന്ന സമയത്ത് ഒരു സോയിൽ പാർട്ടിക്കിൾ മറ്റ് സോയിൽ പാർട്ടിക്കിളിൻ്റെ മുകളിൽ സ്ലൈഡ് ചെയ്ത് കോമ്പാക്ട് അതായത് ഡെൻസ് സ്റ്റേറ്റിലേക്ക് മാറും. ബട്ട് ബിയോണ്ട് ഒപ്റ്റിമം വാട്ടർ ടേക്സ് അപ്പ് ദ സ്പേസ് that would have been occupied by the soil particle, hence density decreases. പക്ഷേ ഒരു പോയിന്റ് കഴിഞ്ഞ് ആ ഒരു ഒപ്റ്റിമം ലിമിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വാട്ടർ പിന്നെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ വാട്ടർ അക്യൂർ ചെയ്യുന്ന സ്പേസ് എന്ന് പറഞ്ഞാൽ ആ സോയിൽ പാർട്ടിക്കിളിന് തന്നെ സ്പേസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ആ ഒരു സോയിൽ സ്ട്രക്ചറിൽ മൊത്തത്തിൽ വോളിയം ഇൻക്രീസ് ചെയ്യുകയും ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ വാട്ടർ കണ്ടൻറ്റ് ഫാക്ടറിൽ നമുക്ക് പറയാനുള്ളത്. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ കോമ്പാക്ഷൻ എഫേർട്ട്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് പ്രോക്ടർ ടെസ്റ്റും മോഡിഫൈഡ് പ്രോക്ടർ ടെസ്റ്റും പഠിച്ചായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ കോമ്പാക്ഷൻ എഫേർട്ട് വരുന്നത് എവിടെയാണ്? മോഡിഫൈഡ് പ്രോക്ടറിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കോമ്പാക്ഷൻ പ്രോസസ്സ് കുറച്ചുകൂടി ബെറ്റർ ഏതിനായിരിക്കും? മോഡിഫൈഡ് പ്രോക്ടറിനായിരിക്കും. അപ്പോൾ നമ്മൾ ഈ കോമ്പാക്ഷൻ എഫേർട്ട് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ബ്ലോസിനെയും അതേപോലെ നമ്മൾ കൊടുക്കുന്ന വെയ്റ്റിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇവിടെ നമുക്ക് 3 ഒരേ വെയിറ്റ് തന്നെയാണ് കോമ്പാക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, ഒരേ സോയിൽ തന്നെയാണ് നമ്മൾ കോമ്പാക്ഷൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്പർ ഓഫ് ബ്ലോസ് നമ്മൾ 4 യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു സോയിൽ ടെസ്റ്റ് ചെയ്തു, നമ്മൾ കോമ്പാക്ഷൻ കർവ് വരച്ചു. വാട്ടർ കണ്ടൻറ്റ് എക്സ് ആക്സിസിലും ഡ്രൈ ഡെൻസിറ്റി വൈ ആക്സിസിലും. ഫസ്റ്റ് സോയിൽ സാമ്പിൾ നമ്മൾ 20 ബ്ലോസ് ആണ് കൊടുത്തത്. ഓരോ ലെയറിലും 20 ബ്ലോസ് വെച്ചിട്ടാണ് നമ്മൾ ആ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടിയേക്കുന്ന കോമ്പാക്ഷൻ കർവാണ് ഈ കാണിച്ചേക്കുന്നത്. അടുത്തത് സെക്കൻഡ് സാമ്പിൾ അതേ സോയിലിൽ അതേ വെയിറ്റ് വെച്ചിട്ട് നമ്മൾ കോമ്പാക്ട് ചെയ്യുവാണ്. പക്ഷേ നമ്മൾ 25 ബ്ലോസ് പെർ ലെയറാണ് കൊടുത്തത്. ഓരോ ലെയർ സോയിലിനും നമ്മൾ കോമ്പാക്ഷൻ ചെയ്യുന്ന സമയത്ത് 25 ബ്ലോസ് ആണ് കൊടുത്തത്. അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ കോമ്പാക്ഷനാണ് കിട്ടിയത്. അതുകൊണ്ടാണ് അതിൻ്റെ ഡ്രൈ ഡെൻസിറ്റി കൂടി ഒപ്റ്റിമം വാട്ടർ കണ്ടൻറ്റ് കുറച്ചുകൂടി കുറഞ്ഞു. അടുത്തത് തേർഡ് സെറ്റ് ചെയ്തപ്പോൾ നമ്മൾ 30 ബ്ലോസ് കൊടുത്തു. ഫോർത്ത് സെറ്റ് ചെയ്തപ്പോൾ 50 ബ്ലോസ് കൊടുത്തു.
അപ്പോൾ അതിൻ്റെ വേരിയേഷനാണ് നമ്മൾക്ക് കാണിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കോമ്പാക്ഷൻ എഫേർട്ട് കൊടുക്കുന്നതിന് ഏറ്റവും കൂടുതൽ ഡ്രൈ ഡെൻസിറ്റി മിനിമം വാട്ടർ കണ്ടൻറ്റിൽ അത് അച്ചീവ് ചെയ്യും. ആസ് ദ എമൗണ്ട് ഓഫ് കോമ്പാക്ഷൻ, അതായത് നമ്പർ ഓഫ് ബ്ലോസ് ഇൻക്രീസസ്, ദ ഡ്രൈ ഡെൻസിറ്റി ഓൾസോ ഇൻക്രീസസ്. അടുത്ത ഫോർത്ത് പോയിന്റ്, മെത്തേഡ് ഓഫ് കോമ്പാക്ഷൻ. നമുക്ക് പല രീതിയിൽ കോമ്പാക്ട് ചെയ്യാം അല്ലേ, ഫീൽഡിലുള്ള സോയിലിന്, ലബോറട്ടറി അല്ല ഫീൽഡിലുള്ള സോയിൽ നമുക്ക് പല രീതിയിൽ കോമ്പാക്ട് ചെയ്യാം. അതിൻ്റെ മെത്തേഡ് മാറുന്നതനുസരിച്ച് അതിൻ്റെ ആ ഒരു ഡെൻസിറ്റി അച്ചീവ് ചെയ്യുന്ന റേറ്റും ചേഞ്ച് ചെയ്യും. ദ സോയിൽ ഇൻ ദ ഫീൽഡ് ആർ കോമ്പാക്റ്റഡ് യൂസിങ് ഡിഫറെൻറ്റ് മെത്തേഡ്സ്. ദ ഡെൻസിറ്റി അച്ചീവ്ഡ് ഓൾസോ ഡിപ്പെൻഡ് അപ്പോൺ ദ മെത്തേഡ്സ് അഡോപ്റ്റഡ്. അപ്പോൾ മാനുവലി നമ്മൾ ഒരു എക്യുപ്മെൻറ്റ് വെച്ച് നമ്മൾ മാനുവലിയാണ് കോമ്പാക്ട് ചെയ്യുന്നതെങ്കിൽ ഒരു കോമ്പാക്ഷൻ എഫക്റ്റ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ മെക്കാനിക്കലി ഒരു മെഷീൻ യൂസ് ചെയ്തിട്ടാണ് കോമ്പാക്ട് ചെയ്യുന്നതെങ്കിൽ അതിന് കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള കോമ്പാക്ഷൻ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ മെത്തേഡ് ഓഫ് കോമ്പാക്ഷൻ ഇതിൻ്റെ അകത്തൊരു ഫാക്ടറാണ്. ലാസ്റ്റ് പോയിന്റ്, അഡ്മിക്സ്ചേഴ്സ്. നമുക്ക് ഈ കോമ്പാക്ട് ചെയ്യുന്ന സമയത്ത് സോയിലിൻ്റെ അകത്ത് അഡീഷണൽ ആയിട്ട് 1-2 മെറ്റീരിയൽസ് ആഡ് ചെയ്യാം, കുറച്ചുകൂടി സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയൽസിനാണ് നമ്മൾ അഡ്മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. ദ കോമ്പാക്ഷൻ ഓഫ് ദ സോയിൽ ക്യാൻ ബി ഇംപ്രൂവ്ഡ് ബൈ ആഡിങ് സം അഡ്മിക്സ്ചേഴ്സ്. ദ കോമൺലി യൂസ്ഡ് അഡ്മിക്സ്ചേഴ്സ് ആർ ലൈം, സിമെൻറ്റ്, ബിറ്റുമിൻ. അപ്പോൾ സോയിലിൻ്റെ ഡെൻസിറ്റി കൂട്ടുക, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോമ്പാക്ട് ചെയ്യുന്നത്. അപ്പോൾ കോമ്പാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വാട്ടർ ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ, വാട്ടറിൻ്റെ കൂടെ നമ്മൾ കുറച്ച് അഡ്മിക്സ്ചേഴ്സും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ സോയിൽ കോമ്പാക്ട് ചെയ്യുന്നതെങ്കിൽ സോയിൽ കുറച്ചുകൂടി സ്റ്റിഫ് അല്ലെങ്കിൽ റിജിഡായിട്ട് മാറും. അപ്പോൾ അങ്ങനെ നമ്മൾ കോമൺ ആയിട്ട് ആഡ് ചെയ്യുന്ന സോയിലിൽ അതിൻ്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ കോമ്പാക്ഷൻ കൂട്ടാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ ലൈം, സിമെൻറ്റ് പൗഡർ, ബിറ്റുമിൻ, ഇതൊക്കെയാണ് നമ്മൾ കോമൺലി ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കോമ്പാക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത്. ഇനി അടുത്തത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഫീൽഡ് കോമ്പാക്ഷൻ മെത്തേഡ്. ഫീൽഡിൽ ഇപ്പോൾ ഇത്രയും നമ്മൾ ലബോറട്ടറി ടെസ്റ്റൊക്കെ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ, ഗ്രൗണ്ടിലൊരു സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിന് മുമ്പായിട്ടാണ് നമ്മൾ ഈ ഒരു കോമ്പാക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഫീൽഡിൽ നമ്മൾ ഏത് മെത്തേഡിലാണ് കോമ്പാക്ഷൻ ചെയ്യുന്നത്? സെവറൽ മെത്തേഡ്സ് ആർ യൂസ്ഡ് ഫോർ കോമ്പാക്ഷൻ ഇൻ ഫീൽഡ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ചിലത് എക്യുപ്മെൻസിൻ്റെ പേരാണ്. അപ്പോൾ ബൈ യൂസിങ് ടാമ്പേഴ്സ്, ബൈ യൂസിങ് റോളേഴ്സ്, ബൈ യൂസിങ് വൈബ്രേറ്ററി കോമ്പാക്റ്റേഴ്സ്, ബൈ യൂസിങ് വൈബ്രോ ഫ്ലോട്ടേഷൻ മെത്തേഡ്, കോമ്പാക്ഷൻ ബൈ പൗണ്ടിങ്, കോമ്പാക്ഷൻ ബൈ എക്സ്പ്ലോസീവ്സ്, കോമ്പാക്ഷൻ പൈൽ ഓർ സാൻഡ് പൈൽ മെത്തേഡ്, റീകംപ്രഷൻ ഓർ പ്രീ ലോഡിംഗ് മെത്തേഡ്. ഇത്രയും മെത്തേഡ്സ് ആണ് ഫീൽഡിൽ നമ്മൾ കോമ്പാക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ടൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, യൂസിങ് ടാമ്പേഴ്സ്. Tampers are used to compact soil adjacent to existing structures where other methods cannot be used. Can be used to compact all type of soil. ഇപ്പോൾ നമ്മളൊരു ഇതാണ് നമ്മുടെ പ്ലോട്ടിൻ്റെ ഇത് നമ്മുടെ ബിൽഡിംഗ് ആണ്. നമ്മുടെ പ്ലോട്ട് ഞാനൊരു ഗ്രീൻ കളർ ബൗണ്ടറിയിൽ കാണിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മെഷീൻസൊക്കെ ഉപയോഗിച്ച് ഇതിൻ്റെ പുറത്തുള്ള സോയിലിനൊക്കെ നല്ല വൃത്തിയായിട്ട് നമുക്ക് കോമ്പാക്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റും ഈ സോയിലിൻ്റെ സൈഡിലും. ഇനി സ്ട്രക്ചറിൻ്റെ തൊട്ടടുത്തുള്ള സോയിലിനെയൊക്കെ നമുക്ക് നന്നായിട്ട് കോമ്പാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ നമ്മളിവിടെ ഇൻ്റർലോക്ക് ഇടാൻ പോവുകയാണെങ്കിൽ നമ്മളെപ്പോഴും ഇത് നന്നായിട്ട് കോമ്പാക്ട് ചെയ്യും അല്ലേ. അപ്പോൾ ഈ സ്ട്രക്ചറിനോട് ചേർന്നുള്ള പോർഷൻ നമ്മൾ മെഷീൻ വെച്ച് കോമ്പാക്ട് ചെയ്യില്ല, കാരണം ബിൽഡിങ്ങിന് എന്തെങ്കിലും ഡാമേജ് വരും. അപ്പോൾ ആ ഒരു പോർഷനിൽ നമുക്ക് ഈ ടാമ്പേഴ്സ് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ടാമ്പേഴ്സ് ആർ യൂസ്ഡ് ടു കോമ്പാക്ട് അഡ്ജസൻറ്റ് ടു ദ എക്സിസ്റ്റിംഗ് സ്ട്രക്ചർ. ഒരു സ്ട്രക്ചറിൻ്റെ അടുത്തുള്ള ഒരു സോയിലാണ് നമുക്ക് കോമ്പാക്ട് ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് ടാമ്പേഴ്സ് യൂസ് ചെയ്യാം. മറ്റ് മെത്തേഡ്സ്, അതായത് ഈ പറഞ്ഞ മറ്റ് മെത്തേഡ്സ് ഒന്നും അവിടെ അപ്ലിക്കബിൾ അല്ല എങ്കിൽ മാത്രം നമുക്ക് ടാമ്പേഴ്സ് യൂസ് ചെയ്യാം. ഈ ഒരു ടാമ്പർ മെത്തേഡ് എല്ലാ ടൈപ്പ് സോയിലും യൂസ് ചെയ്യുന്നതാണ്. ഇനി 2 ടൈപ്പ് ഓഫ് ടാമ്പേഴ്സ് ഉണ്ട്. ഹാൻഡ് ഓപ്പറേറ്റഡ് ടാമ്പേഴ്സും ഉണ്ട്, മെക്കാനിക്കൽ ഓപ്പറേറ്റഡ് ടാമ്പേഴ്സും ഉണ്ട്. നമുക്കറിയാവുന്ന പോലെ ഹാൻഡ് ഓപ്പറേറ്റഡ് എന്ന് പറയുമ്പോൾ മാനുവലി നമ്മളൊരു വർക്കർ ആ ഒരു ടാമ്പർ നമ്മളവിടെ പോയി സോയിലിനെ കോമ്പാക്ട് ചെയ്യേണ്ടി വരും. മറ്റേത് മെക്കാനിക്കലി ഓപ്പറേറ്റഡ് എന്ന് പറയുമ്പോൾ മെഷീൻ കൺട്രോൾ ചെയ്താൽ മതി, മെഷീൻ ആയിരിക്കും ആ കോമ്പാക്ഷൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഹാൻഡ് ഓപ്പറേറ്റഡ് ടാമ്പേഴ്സ് എന്താണെന്ന് നോക്കാം. കൺസിസ്റ്റ് ഓഫ് ബ്ലോക്ക് ഓഫ് അയൺ കണക്റ്റഡ് ടു എ വുഡൻ റോഡ്. ഒരു വുഡൻ റോഡിൻ്റെ അറ്റത്ത് ഒരു കാസ്റ്റ് അയണിൻ്റെ ഒരു ഫ്ലാറ്റ് സർഫസ് ഉണ്ടാവും. ടാമ്പർ ഈസ് ലിഫ്റ്റഡ് ആൻഡ് ഡ്രോപ്ഡ് ഇൻ ദ സോയിൽ ടു ബി കോമ്പാക്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫിഗർ ഞാൻ കാണിച്ചു തരാം. ഇതുപോലത്തെ ഒരു സ്റ്റിക്കാണ്, വുഡൻ സ്റ്റിക്ക്. അതിൻ്റെ താഴെ ഇതുപോലത്തെ ഒരു കാസ്റ്റ് അയണിൻ്റെ ഒരു ഫ്ലാറ്റ് സർഫസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എവിടെ ഏത് സോയിലാണോ കോമ്പാക്ട് ചെയ്യാനുള്ളത്, അപ്പോൾ നമ്മളിതിനെ ഇങ്ങനെ താഴത്തേക്ക് ഹിറ്റ് ചെയ്ത് നമ്മൾ പതുക്കെ കോമ്പാക്ട് ചെയ്യും. അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ ഫൗണ്ടേഷൻ കെട്ടുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ രീതിയിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതേപോലത്തെ ടാമ്പിംഗ് റോഡ് വെച്ച് നമ്മൾ ടാമ്പ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതാണ് ഹാൻഡ് ഓപ്പറേറ്റഡ്. രണ്ടാമത്തത് മെക്കാനിക്കൽ ഓപ്പറേറ്റഡ് ടാമ്പേഴ്സ്. ഇറ്റ് ഈസ് പവേർഡ് ബൈ കംപ്രസ്ഡ് എയർ ഓർ ഗ്യാസോലിൻ. അപ്പോൾ അതൊരു മെഷീനാണ്.
അത് കംപ്രസ്ഡ് എയറിലോ ഗ്യാസോലിനാണോ വർക്ക് ചെയ്യുന്നത്. അത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗർ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഇതുപോലത്തെ ഒരു മെഷീനാണ്. ഇത് നമ്മൾ അതിനെ മൂവ് ചെയ്യാൻ വേണ്ടി മാത്രം, കൺട്രോൾ ചെയ്യാനും സ്പീഡ് കൺട്രോൾ ചെയ്യാനും കോമ്പാക്ഷൻ കൺട്രോൾ ചെയ്യാനും നമുക്ക് സ്വിച്ച് ഉണ്ട്. അപ്പോൾ ഈ മെഷീൻ തന്നെ ഈ രീതിയിൽ കോമ്പാക്ഷൻ എഫേർട്ട് നമ്മുടെ സോയിലിലേക്ക് കൊടുത്തോളും. നമ്മുടെ എനർജി അവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ആ മെഷീനെ കൺട്രോൾ ചെയ്താൽ മതി. അപ്പോൾ ആ രീതിയിൽ ടാമ്പേഴ്സ് 2 ടൈപ്പ് ഉണ്ട്. ഹാൻഡ് ഓപ്പറേറ്റഡ് ഉണ്ട്, മെക്കാനിക്കലി ഓപ്പറേറ്റഡും ഉണ്ട്. ഇനി അടുത്ത രണ്ടാമത്തെ ടൈപ്പ് എന്ന് വെച്ചാൽ കോമ്പാക്ഷൻ ബൈ യൂസിങ് റോളേഴ്സ്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഷീപ്പ് ഫുട്ട് റോളർ, ന്യൂമാറ്റിക് ടയേർഡ് റോളർ, സ്മൂത്ത് വീൽ റോളർ. ഇതൊക്കെ നമ്മുടെ റോഡ് കൺസ്ട്രക്ഷൻ, നമ്മുടെ വഴിയിലൊക്കെ നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോൾ റോഡിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ നമ്മൾ ഈ റോളേഴ്സ് കാണാറുണ്ട്. അപ്പോൾ കോമ്പാക്ഷൻ ബൈ യൂസിങ് റോളേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഷീപ്പ് ഫുട്ട് റോളർ, ന്യൂമാറ്റിക് ടയർ റോളർ, സ്മൂത്ത് വീൽ റോളർ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഷീപ്പ് ഫുട്ട് റോളർ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഹോളോ ഡ്രം with a large number of projections. Hollow drum is filled with water or aggregate to increase the weight, ideally used for cohesive soil compaction done by tamping or kneeling action. അപ്പോൾ ഞാൻ അതിൻ്റെ ഫിഗറും കൂടി ഒന്ന് കാണിച്ചു തരാം. ഷീപ്പ് ഫുട്ട് റോളർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഷീപ്പ് ഫുട്ട് റോളർ എന്ന് വെച്ചാൽ. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഡ്രമ്മാണ്, ഇങ്ങനെ ഒരു എംറ്റി ഡ്രമ്മാണ്. ഈ ഡ്രമ്മിൻ്റെ മുകളിൽ ഷീപ്പിൻ്റെ ഫൂട്ട് പോലെ കുറേ പ്രൊജക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു ഗ്രൗണ്ട് സർഫസിൽ കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ടു ആൻഡ് ഫ്രോ ഉരുട്ടുമ്പോൾ ഈ പ്രൊജക്ഷൻസ് മണ്ണിൻ്റെ അടിയിലേക്ക് പോയി അതിങ്ങനെ പതുക്കെ കോമ്പാക്റ്റ് ചെയ്യും. ഇനി ഇതൊരു എംറ്റി ഡ്രമ്മാണ്. അപ്പോൾ ഈ കോമ്പാക്ഷൻ്റെ വെയിറ്റ് കൂട്ടാൻ വേണ്ടി ഈ എംറ്റി ഡ്രമ്മിൻ്റെ അകത്തേക്ക് നമ്മൾ വാട്ടറോ അല്ലെങ്കിൽ അഗ്രിഗേറ്റോ ഫില്ല് ചെയ്യുമ്പോൾ ഈ എംറ്റി ഡ്രമ്മിന് നല്ല വെയിറ്റ് വരും. അങ്ങനെ ഈ ഒരു റോളർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്ത് കുറച്ചുകൂടി ഹാർഡായിട്ട് അത് മണ്ണിൻ്റെ അടിയിലേക്ക് ഇറങ്ങി കോമ്പാക്ഷൻ നമുക്ക് പോസിബിളാക്കും. അപ്പോൾ അതാണ് നമ്മൾ ഷീപ്പ് ഫുട്ട് റോളറിൽ പറഞ്ഞത്. അത് കോഹസീവ് സോയിലാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. കോമ്പാക്ഷൻ അച്ചീവ് ചെയ്യുന്നത് ടാമ്പിങ് ആൻഡ് നീലിംഗ് ആക്ഷൻ വഴിയാണ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് വെച്ചാൽ ന്യൂമാറ്റിക് ടയേർഡ് റോളർ. കൺസിസ്റ്റ് ഓഫ് 9 to 11 ഹെവി വീൽസ്. 9 to 11 ഹെവി ചെറിയ വീൽസാണ് ഈ ന്യൂമാറ്റിക് ടയർ റോളേഴ്സിലുള്ളത്. കോമ്പാക്ഷൻ ഡൺ ബൈ നീലിംഗ് ആക്ഷൻ വഴിയിട്ടാണ് അവിടെ കോമ്പാക്ഷൻ നടക്കുന്നത്. യൂസ്ഡ് ഫോർ കോഹസീവ് ആൻഡ് കോഹസൻലെസ് സോയിൽ. 2 ടൈപ്പ് ഓഫ് സോയിലിനും യൂസ്ഫുൾ ആണ്. ബെസ്റ്റ് റോളർ ഫോർ ജനറൽ യൂസ്. ഇപ്പോൾ ജനറൽ യൂസിന് ഏറ്റവും ബെസ്റ്റ് റോളർ ഏതാണെന്ന് വെച്ചാൽ ന്യൂമാറ്റിക് ടയേർഡ് റോളറാണ്. ന്യൂമാറ്റിക് ടയേർഡ് റോളർ എന്ന് വെച്ചാൽ ഇതാണ് ന്യൂമാറ്റിക് ടയേർഡ് റോളർ. ഇതേപോലത്തെ ചെറിയ ഒരു 9 to 11 ന്യൂമാറ്റിക് ടയർ റോളേഴ്സ് ഉണ്ടാവും. അത് നമ്മുടെ ഗ്രൗണ്ട് സർഫസിൽ ടു ആൻഡ് ഫ്രോ ആയിട്ട് മൂവ് ചെയ്യിക്കുമ്പോൾ പതുക്കെ അവിടുത്തെ ആ ഒരു ഗ്രൗണ്ട് ലെവൽ കോമ്പാക്ഷൻ ആവും. ഈ കോമ്പാക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ വാട്ടർ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കും മുകളിൽ. അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഈ റോളർ മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ഓർക്കേണ്ട കാര്യങ്ങൾ 9 to 11 ഹെവി വീൽസ് ഉണ്ടാവും. നീലിംഗ് ആക്ഷനാണ്. കോഹസൻ സോയിലും കോഹസൻലെസ് സോയിലും നമുക്ക് യൂസ് ചെയ്യാം. ജനറൽ പർപ്പസിന് ഏറ്റവും ബെസ്റ്റ് ന്യൂമാറ്റിക് ടയർഡ് റോളറാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് റോളറിൻ്റെ തേർഡ് വൺ സ്മൂത്ത് വീൽ റോളർ. അതിനകത്ത് 3 വീൽസാണ് ഉള്ളത്. കൺസിസ്റ്റ് ഓഫ് 3 വീൽസ്, 2 ലാർജ് വീൽസ് അറ്റ് ദ റെയർ എൻഡ്, 1 സ്മോൾ വീൽ അറ്റ് ദ ഫ്രണ്ട് എൻഡ്. മൊത്തത്തിൽ 3 വീലുണ്ട്. അതിനകത്ത് 2 വീല് റെയർ എൻഡിലും 1 വീല് ഫ്രണ്ട് എൻഡിലുമാണുള്ളത്. ഫ്രണ്ട് വീൽസ് മെയ്ഡ് ഓഫ് ഹെവി സ്റ്റീൽ. ഫ്രണ്ട് വീല് ഹെവി സ്റ്റീൽ വെച്ചിട്ടാണ് നമ്മൾ മേക്ക് ചെയ്തേക്കുന്നത്. പവേർഡ് ബൈ ഡീസൽ എഞ്ചിൻ വെച്ചിട്ടാണ് ആ ഒരു മെഷീൻ നമ്മൾ വർക്ക് ചെയ്യുന്നത്. യൂസ്ഡ് ഫോർ ഫിനിഷിംഗ് വർക്ക്. അവിടെ ഇനീഷ്യൽ കോമ്പാക്ഷനൊക്കെ കഴിഞ്ഞിട്ട് സർഫസ് പക്ക സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഈ ഒരു സ്മൂത്ത് വീൽ, അതായത് ഫിനിഷിംഗ് സ്റ്റേജിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കോമ്പാക്ഷൻ ഓഫ് ഗ്രാനുലാർ ബേസ് ഓഫ് ഹൈവേസ്. യൂഷ്വലി ഹൈവേസിലൊക്കെ നമ്മൾ ആ ഒരു ഗ്രാനുലാർ ബേസിലുള്ള ഹൈവേസിന് കോമ്പാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു സ്മൂത്ത് വീൽ റോളാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് സ്മൂത്ത് വീൽ റോളർ. അപ്പോൾ അതിൻ്റെ റെയർ എൻഡിൽ 2, ഫ്രണ്ട് എൻഡിൽ 1 റോളർ ആയിരിക്കും ഉള്ളത്. അത് ഡീസൽ പവേർഡാണ്. പിന്നെ ഫ്രണ്ട് വീല് നല്ല ഹെവി വെയിറ്റ് ഉള്ളതാണ്, ഡീസൽ പവേർഡാണ്. ഫിനിഷിംഗ് വർക്കിനാണ് യൂസ് ചെയ്യുന്നത്. ഹൈവേസിലൊക്കെ നമുക്ക് ഫിനിഷിംഗ് വർക്കിന് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു റോളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫീൽഡ് കോമ്പാക്ഷനിൽ 2 എണ്ണം പറഞ്ഞു. ഏതൊക്കെയാണ്? ടാമ്പേഴ്സ് പറഞ്ഞു. ടാമ്പേഴ്സിൻ്റെ അത് തന്നെ
നമ്മൾ മാനുവലി ഹാൻഡിൽ ചെയ്യുന്നതും പറഞ്ഞു, മെഷീൻ ഹാൻഡിൽ ചെയ്യുന്നതും പറഞ്ഞു, റോളേഴ്സ് പറഞ്ഞു. റോളേഴ്സിൻ്റെ അകത്ത് 3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു? ഷീപ്പ് ഫുഡ് റോളർ, ന്യൂമാറ്റിക് ടയർഡ് റോളർ, സ്മൂത്ത് വീൽ റോളർ. ഇത് രണ്ടുമാണ് യൂഷ്വലി ഇമ്പോർട്ടൻറ്റ് എപ്പോഴും ചോദിക്കുന്നത്. ബാക്കിയുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് അറിയാൻ മതി. അഥവാ ഇതൊരു 6 മാർക്കിനൊക്കെ ചോദിക്കുവാണെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാന്നുള്ള രീതിയിൽ ഷോർട്ടാക്കിയിട്ടാണ് പറയുന്നത്. അപ്പോൾ തേർഡ് വൺ, വൈബ്രേറ്ററി compactors. Vibratory compactors. Vibrations are induced in the soil during compaction, suitable for granular soil. Vibratory rollers and vibrating plate compactors are examples for this. അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് സർഫസിലേക്ക് വൈബ്രേഷൻ ഇൻഡ്യൂസ് ചെയ്യും, അത് വെച്ചിട്ടാണ് ഈ കോമ്പാക്ഷൻ അച്ചീവ് ചെയ്യുന്നത്. ഇത് യൂഷ്വലി നമ്മൾ ഗ്രാനുലാർ സോയിലാണ് ഈ ഒരു വൈബ്രേറ്ററി കോമ്പാക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ വൈബ്രേറ്ററി റോളേഴ്സ്, വൈബ്രേഷൻ നടക്കുന്ന റോളേഴ്സും വൈബ്രേറ്ററി പ്ലേറ്റ് റോളേഴ്സുമാണ് ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തത് ഫോർത്ത് വൺ, വൈബ്രോ ഫ്ലോട്ടേഷൻ മെത്തേഡ് ഫോർ കോമ്പാക്റ്റിംഗ് തിക്ക് ലൂസ് സാൻഡി സോയിൽ. അപ്പോൾ തിക്കായിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള ലൂസ് സാൻഡി സോയിൽ കോമ്പാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വൈബ്രോ ഫ്ലോട്ടേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സിലിണ്ടറിക്കൽ ട്യൂബ് ഫിൽഡ് വിത്ത് വാട്ടർ ജെറ്റ് ആൻഡ് റൊട്ടേറ്റിംഗ് എസെൻട്രിക് വെയ്റ്റ് ടു കോസ് വൈബ്രേഷൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു വൈബ്രോ ഫ്ലോട്ടേഷൻ മെത്തേഡിൽ എക്യുപ്മെൻ്റ് ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഒരു സിലിണ്ടറിക്കൽ ട്യൂബാണ്. അതിൻ്റെ അകത്ത് നമ്മൾ വാട്ടർ ജെറ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സർഫസിൽ ഒരു റൊട്ടേറ്റിംഗ് എസെൻട്രിക് വെയിറ്റ് ഉണ്ട്. അതാണ് ഈ വൈബ്രേഷൻ കോസ് ചെയ്യുന്നത്. ഓക്കെ. അടുത്ത ഫിഫ്ത്ത് വൺ, കോമ്പാക്ഷൻ ബൈ പോണ്ടിങ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡൈനാമിക് കോമ്പാക്ഷൻ. ഇതിനെ നമ്മൾ ഡൈനാമിക് കോമ്പാക്ഷൻ എന്നും പറയും. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡ്രോപ്പിംഗ് എ ഹെവി മാസ് ഫ്രം എ ലാർജ് ഹൈറ്റ്. ഇത് ഗ്രൗണ്ട് സർഫസ് ആണെങ്കിൽ നല്ല ഹൈറ്റിൽ നിന്ന് നല്ല മാസമുള്ള ഒരു വെയിറ്റ് നമ്മൾ ഈ ഗ്രൗണ്ട് സർഫസിലേക്ക് ഹിറ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? അവിടെ ചെറിയൊരു കുഴി ഉണ്ടാവും. ഈ ഇതേ വെയിറ്റ് തന്നെ നമ്മൾ തൊട്ടടുത്ത് അങ്ങനെ ഒരുപാട് അഡ്ജസൻ്റ് ആയിട്ടുള്ള കുഴികൾ നമ്മൾ ഇതുപോലെ എടുക്കും. അതിനെയാണ് നമ്മളൊരു ഡൈനാമിക് കോമ്പാക്ഷൻ അല്ലെങ്കിൽ പോണ്ടിങ് എന്ന് പറയുന്നത്. എ ക്ലോസ്ലി സ്പേസ്ഡ് ഗ്രിഡ് പാറ്റേൺ ഈസ് സെലക്ടഡ് ഫോർ കോമ്പാക്ഷൻ. ഗ്രിഡ് പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിതെടുത്ത് കഴിഞ്ഞാൽ ഈ കുഴികളൊക്കെ നമ്മൾ വളരെ ക്ലോസ്ലി സ്പേസ് ആയിട്ടുള്ള ഒരു ഗ്രിഡ് ഷേപ്പിലാണ് നമ്മൾ ഈ ഒരു കോമ്പാക്ഷൻ ചെയ്യുന്നത്. ഓക്കെ. സൂട്ടബിൾ ഫോർ ഗ്രാനുലാർ സോയിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതാണ് ആ ഒരു എക്സാമ്പിൾ. ഇതേപോലെ നമുക്ക് കോമ്പാക്ട് ചെയ്യാനുള്ള ഫുൾ ഗ്രൗണ്ട് സർഫസിൽ നമ്മൾ നല്ല ഹെവി വെയിറ്റ് ഉള്ള ഒരു വെയിറ്റ് വെച്ചിട്ട് നമ്മൾ നല്ല ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ അത് 2-3 പ്രാവശ്യം ഹിറ്റ് ചെയ്യുമ്പോൾ ആ ഗ്രൗണ്ട് സർഫസിൽ ഇതേപോലത്തെ ഹോൾസ് ഉണ്ടാവും. അപ്പോൾ അഡ്ജസൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഹോൾസ് നമ്മൾ ഇതേപോലെ ഒരു ഗ്രിഡ് ഷേപ്പിൽ നമുക്ക് പൈലൊക്കെ ഡ്രിവൻ ചെയ്യാന്നുള്ള രീതിയിൽ നല്ലൊരു ഗ്രിഡ് ഷേപ്പിൽ ക്രിയേറ്റ് ചെയ്യും. ഇതാണ് ഈ ഒരു കോമ്പാക്ഷൻ ബൈ പോണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഡൈനാമിക് കോമ്പാക്ഷൻ എന്നും പറയാറുണ്ട്. നല്ല ഹെവി വെയിറ്റ് ഉള്ള ഒരു മാസിനെ നമ്മൾ നല്ല ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യും. ക്ലോസ്ലി സ്പേസ്ഡ് ആയിട്ടുള്ള ചെറിയ ഹോൾസ് ഗ്രിഡ് ഷേപ്പിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് ഗ്രാനുലാർ സോയിലാണ് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമ്പാക്ഷൻ ബൈ ബ്ലാസ്റ്റിംഗ് അല്ലെങ്കിൽ എക്സ്പ്ലോസീവ്. ഷോക്ക് വേവ്സ് ആൻഡ് വൈബ്രേഷൻസ് ഡ്യൂ ടു എക്സ്പ്ലോഷൻ ഈസ് യൂസ്ഡ് ടു കോമ്പാക്ട് സോയിൽ. അപ്പോൾ നമ്മൾ ഒരു ഗ്രൗണ്ട് സർഫസിൽ എക്സ്പ്ലോഷൻ ഉണ്ടാക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ചെറുതായിട്ടുള്ള ഷോക്ക് വേവ്സും ഗ്രൗണ്ടിൽ വൈബ്രേഷൻസ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെയുള്ള വൈബ്രേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു സോയിൽ സ്ട്രക്ചറിനെ കോമ്പാക്ട് ചെയ്യുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡൈനമൈറ്റ്, ജെലാറ്റിൻ ഡൈനമൈറ്റ് ഓർ അമോനൈറ്റ്. അപ്പോൾ ഈ എക്സ്പ്ലോസീവായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡൈനമൈറ്റ് യൂസ് ചെയ്യാറുണ്ട്, ജെലാറ്റിൻ ഡൈനമൈറ്റ് യൂസ് ചെയ്യാറുണ്ട്, അമോനൈറ്റ് യൂസ് ചെയ്യാറുണ്ട്. ഇത് മൂന്നുമാണ് കോമൺലി എക്സ്പ്ലോസീവായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ഫോർ സാച്ചുറേറ്റഡ് കോഴ്സൻ്റെ സോയിലാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നു. അടുത്തത് 7th മെത്തേഡ്, കോമ്പാക്ഷൻ പൈൽ ഓർ സാൻഡ് പൈൽ മെത്തേഡ്. ഇപ്പോൾ കോമ്പാക്ഷൻ പൈൽ അല്ലെങ്കിൽ സാൻഡ് പൈൽ മെത്തേഡ് ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ കോഴ്സൺലെസ് സോയിലാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. എ പൈപ്പ് പൈൽ ഈസ് ഡ്രിവൺ ഇൻ ടു ദ സോയിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ സോയിൽ സർഫസ് എങ്കിൽ നമ്മൾ ഈ സോയിൽ സർഫസിൻ്റെ അകത്തേക്ക് ഒരു ചെറിയൊരു പൈപ്പ് പൈൽ ഡ്രിവൺ ചെയ്യും. ദ സോയിൽ ഈസ് കോമ്പാക്റ്റഡ് ബൈ വൈബ്രേറ്റർ. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മളൊരു വൈബ്രേറ്റർ നടത്തിയിട്ട് ഈ ഒരു ഏരിയയിലുള്ള സോയിലിൽ നമ്മൾ വൈബ്രേഷൻ മൂലം കോമ്പാക്ട് ചെയ്യും. ഇനി എന്ത് ചെയ്യും? ഈ വൈബ്രേറ്റർ നമ്മൾ റിമൂവ് ചെയ്ത് ഈ ഹോൾ ഇപ്പോഴും അതുപോലെ തന്നെ നിൽപ്പുണ്ടല്ലേ, ആ ഹോളിൻ്റെ അകത്തേക്ക് നമ്മൾ സാൻഡ് ഫില്ല് ചെയ്ത് അതിനെ കോമ്പാക്ട് ചെയ്ത് എടുക്കും. ഓക്കെ. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല ഡീപ്പായിട്ട് കോമ്പാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതായത് സോയിൽ സർഫസിൻ്റെ താഴെ നമ്മൾ ഡീപ്പായിട്ടൊരു പൈൽ ഹോൾ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നീഡിൽ ഉപയോഗിച്ചിട്ട് വൈബ്രേഷൻസ് കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ സൈഡിലുള്ള ഈ ഒരു ലെയറൊക്കെ നമുക്ക് നല്ല രീതിയിൽ കോമ്പാക്ട് ചെയ്തെടുക്കാൻ പറ്റും.
അങ്ങനെ ആ കോമ്പാക്ഷൻ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഈ കുഴി, ഈ ഒരു പൈൽ ഹോൾ നമ്മൾ സാൻഡ് ഇട്ട് ഫില്ല് ചെയ്തിട്ട് അതിനെ ടാമ്പ് ചെയ്തെടുക്കും. അപ്പം നമുക്കൊരു സോയിൽ സ്ട്രക്ചറിൽ കറക്റ്റായിട്ട് കോമ്പാക്ഷൻ കിട്ടും. അപ്പോൾ ഇത് കൊഹഷൻലെസ് സോയിലാണ് യൂസ് ചെയ്യുന്നത്. ഒരു പൈല് നമ്മൾ ഡ്രിവൺ ചെയ്യും. സോയിലിനെ നമ്മൾ വൈബ്രേഷൻസ് വെച്ചിട്ട് ഈ പൈലിൻ്റെ അകത്തേക്ക്, ഹോളിൻ്റെ അകത്തേക്ക് നമ്മൾ വൈബ്രേറ്റർ വെച്ചിട്ട് ആ സോയിലിനെയൊക്കെ നമ്മൾ വൈബ്രേഷൻ വെച്ചിട്ട് കോമ്പാക്റ്റ് ചെയ്യും. ഇനി ആ സ്പേസ്, ആ ഹോളിൽ ലെഫ്റ്റ് ചെയ്തേക്കുന്ന സ്പേസിൽ നമ്മൾ സാൻഡ് ഇട്ടിട്ട് ഫില്ല് ചെയ്യും. ഇനി അടുത്തത് ലാസ്റ്റ് മെത്തേഡ്, പ്രീ കംപ്രഷൻ ഓർ പ്രീ ലോഡിംഗ് മെത്തേഡ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സോയിൽസ് ലൈക്ക് സിൽട്ട് ആൻഡ് ക്ലേ. സിൽട്ട്, ക്ലേ പോലത്തെ സോയിൽ സ്ട്രക്ചേഴ്സിലാണ് നമ്മൾ ഈ ഒരു പ്രീ കംപ്രഷൻ അല്ലെങ്കിൽ പ്രീ ലോഡിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. പ്രീ ലോഡിംഗ് ഇൻ ദ ഫോം ഓഫ് എർത്ത് ഈസ് ഡൺ ബിഫോർ കൺസ്ട്രക്ഷൻ. ഇപ്പോൾ നമ്മൾ അവിടെ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് അവിടുത്തെ സോയിലിനെ കോമ്പാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രീ ലോഡിങ് ചെയ്യും. ഇറ്റ് ഈസ് റിമൂവ്ഡ് വൺസ് ദ നെസസറി കോമ്പാക്ഷൻ ഈസ് അച്ചീവ്ഡ്. ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ലെവൽ. ഇപ്പോൾ ഇവിടെയാണ് നമുക്ക് കോമ്പാക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹെവി ആയിട്ടുള്ള ലോഡ്, ഇപ്പോൾ ഈ യൂഷ്വലി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സിമെൻറ്റിൻ്റെയൊക്കെ ചാക്കിൽ നല്ല രീതിയിൽ മണ്ണ് ഫില്ല് ചെയ്യും. എന്നിട്ട് ഈ മണ്ണ് ഫില്ല് ചെയ്ത സിമെൻറ്റ് ചാക്ക് നമ്മൾ എവിടെയാണോ നമുക്ക് കോമ്പാക്ട് ചെയ്യേണ്ടത് ആ ഒരു ലെയറിൽ നമ്മൾ ഇതുപോലെ ഡംപ് ചെയ്യും. അപ്പോൾ നല്ല രീതിയിൽ വെയിറ്റ് വരുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു സോയിൽ ബാഗ് ഫില്ല് ചെയ്തിട്ട് നമ്മളിവിടെ വെക്കും. സോയിൽ ബാഗ് ആവണമെന്നില്ല, കോൺക്രീറ്റ് പീസ് ഫില്ല് ചെയ്ത ബാഗ് വരും. അപ്പോൾ നല്ല വെയിറ്റ് ഇതിൻ്റെ അകത്തേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കും, ഇവിടെയുള്ള സോയിൽ പതുക്കെ അവിടെ ഇരുന്ന് കോമ്പാക്റ്റ് ആയിക്കോളും. അത് നമ്മൾ എത്ര കോമ്പാക്ഷൻ ആണോ വേണ്ടത് അത്രയും ദിവസം നമ്മൾ ഈ ലോഡ് കോൺസ്റ്റൻ്റ് ആയിട്ട് അതിൻ്റെ മുകളിലേക്ക് വെക്കും. അപ്പോൾ സിൽട്ടും ക്ലേയും ആയതുകൊണ്ട് തന്നെ പതുക്കെ അതിൻ്റെ അകത്തു നിന്നുള്ള വെള്ളമൊക്കെ സീപ്പ് ചെയ്ത് അത് പതുക്കെ കോമ്പാക്റ്റ് ചെയ്യും. ഇനി നമുക്കിതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, പതുക്കെ നമ്മൾ ഈ പ്ലേസ് ചെയ്തേക്കുന്ന വെയിറ്റ് റിമൂവ് ചെയ്യും. വെയിറ്റ് റിമൂവ് ചെയ്തിട്ട് നമുക്കിതിനെ നോർമൽ ഗ്രൗണ്ട് ലെവലിൽ എന്നുള്ള രീതി കിട്ടും. എന്നിട്ട് നമ്മളവിടെ സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യും. അപ്പോൾ അത്രേ ഉള്ളൂ പ്രീ ലോഡിങ്. നമ്മൾ ശരിക്കും കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് നമ്മൾ പ്രീ കംപ്രഷൻ അല്ലെങ്കിൽ പ്രീ ലോഡിങ് ഫോഴ്സ് അപ്ലൈ ചെയ്യും. അത് അപ്ലൈ ചെയ്ത് മാക്സിമം കംപ്രഷൻ എത്തിക്കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആ ലോഡ് ചെയ്തേക്കുന്ന സംഭവം റിമൂവ് ചെയ്ത് കളയും. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തത് ചെറിയൊരു ടേമാണ് പ്ലേസ്മെൻറ്റ് വാട്ടർ കൺട്രോൾ. എന്താണ് പ്ലേസ്മെൻറ്റ് വാട്ടർ കൺട്രോൾ? ഇത് ചിലപ്പോൾ പാർട്ടിലൊക്കെ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ പ്ലേസ്മെൻറ്റ് വാട്ടർ കൺട്രോൾ. പ്ലേസ്മെൻറ്റ് വാട്ടർ കണ്ടന്റ്. വാട്ടർ കണ്ടന്റ് അപ്ലൈഡ് ഇൻ ദ ഫീൽഡ് ഫോർ കോമ്പാക്ഷൻ ഈസ് കോൾഡ് പ്ലേസ്മെൻറ്റ് വാട്ടർ കണ്ടന്റ്. അപ്പോൾ നമ്മൾ ഫീൽഡിൽ കോമ്പാക്ഷൻ ചെയ്യുന്ന സമയത്ത് അപ്ലൈ ചെയ്യുന്ന വാട്ടറിൻ്റെ കണ്ടൻറ്റിനെയാണ് നമ്മൾ പ്ലേസ്മെൻറ്റ് വാട്ടർ കണ്ടന്റ് എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി ഡിഫറെൻറ്റ് ഫ്രം ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് ഒബ്റ്റൈൻഡ് ഫ്രം ലാബ്. ഇപ്പോൾ ലബോറട്ടറിയിൽ നമുക്ക് കിട്ടുന്ന OMC ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് തന്നെ ആവണമെന്നില്ല ഫീൽഡിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അത് ഡിഫറെൻ്റ് ആയിരിക്കും. ഫീൽഡ് കണ്ടീഷൻ മാറുന്നതനുസരിച്ചും ടൈപ്സ് ഓഫ് കോമ്പാക്ഷൻ മെത്തേഡ്, ഏത് മെത്തേഡിലാണോ കോമ്പാക്ഷൻ നമ്മൾ ചെയ്യുന്നതെന്നനുസരിച്ചിട്ടും ഇത് മാറിക്കൊണ്ടിരിക്കും. ടു അവോയ്ഡ് ലാർജ് സ്വെല്ലിംഗ് സോയിൽസ് ആർ കോമ്പാക്റ്റഡ് വിത്ത് വാട്ടർ കണ്ടന്റ് ഗ്രേറ്റർ ദാൻ OMC. അപ്പോൾ സ്വെല്ലിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലാബിൽ നിന്ന് കിട്ടിയേക്കുന്ന ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ്, അതായത് നമുക്ക് യൂസ് ചെയ്യാവുന്ന മാക്സിമം വാട്ടർ കണ്ടന്റ് എത്രയാണോ, ലിമിറ്റഡ് വാട്ടർ കണ്ടന്റ് എത്രയാണോ അതിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ വാട്ടർ നമ്മൾ പ്രൊവൈഡ് ചെയ്യും സ്വെല്ലിംഗ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അതേപോലെ തന്നെ ടു ഒബ്റ്റെയിൻ മോർ ഷിയർ സ്ട്രെങ്ത്, വെള്ളം കൂടിയ സ്ട്രെങ്ത് കുറയും. അപ്പോൾ സ്ട്രെങ്ത് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റിൽ നമുക്ക് കിട്ടിയ വാട്ടർ കണ്ടന്റ് എത്രയാണോ അതിനേക്കാളും കുറച്ചിട്ട് മാത്രമേ നമ്മൾ ഫീൽഡിൽ നമ്മൾ കോമ്പാക്ട് ചെയ്യുമ്പോൾ വാട്ടർ ആഡ് ചെയ്യുള്ളൂ. അപ്പോൾ പോയിൻ്റാണ് സ്വെല്ലിംഗ് അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ OMCയെക്കാളും കുറച്ച് കൂടുതൽ വെള്ളം നമ്മൾ ഫീൽഡിൽ അപ്ലൈ ചെയ്യേണ്ടി വരും. ഇനി ഷിയർ സ്ട്രെങ്ത് നമുക്ക് മാക്സിമം ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ നമ്മൾ OMC കിട്ടിയ എത്രയാണോ അതിനേക്കാളും കുറച്ച് വെള്ളം കുറച്ചിട്ട് വേണം അതിൻ്റെ അകത്തേക്ക് അപ്ലൈ ചെയ്യാൻ. ഇത്രയാണ് പ്ലേസ്മെൻറ്റ് വാട്ടർ കണ്ടൻറ്റിൽ നമുക്ക് പറയാനുള്ളത്. അടുത്തത് റിലേറ്റീവ് കോമ്പാക്ഷൻ. മാക്സിമം ഡ്രൈ ഡെൻസിറ്റി ഒബ്റ്റെയിൻഡ് ഇൻ ദ ഫീൽഡ് മേ ബി ഡിഫറെൻറ്റ് ഫ്രം മാക്സിമം ഡ്രൈ ഡെൻസിറ്റി ഒബ്റ്റെയിൻഡ് ഇൻ ലാബ്. അപ്പോൾ ലാബിൽ നമ്മൾ പ്രോക്ടർ കോമ്പാക്ഷൻ ടെസ്റ്റും മോഡിഫൈഡ് പ്രോക്ടർ കോമ്പാക്ഷൻ ടെസ്റ്റും ചെയ്യുമ്പോൾ നമുക്കൊരു മാക്സിമം ഡ്രൈ ഡെൻസിറ്റി കിട്ടും. അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കും നമുക്ക് ഫീൽഡിൽ ഉള്ള സോയിലിൻ്റെ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി. അപ്പോൾ ഈ ഒരു കോൺട്രഡിക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ടേമാണ് റിലേറ്റീവ് കോമ്പാക്ഷൻ. ദ റേഷ്യോ ഓഫ് ഡ്രൈ ഡെൻസിറ്റി ഇൻ ഫീൽഡ് ടു ദ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി ഒബ്റ്റെയിൻഡ് ഇൻ ലാബ് ഈസ് നോൺ ആസ് റിലേറ്റീവ് കോമ്പാക്ഷൻ.
അപ്പോൾ റിലേറ്റീവ് കോമ്പാക്ഷൻ ഇസ് ഈക്വൽ ടു മാക്സിമം ഡ്രൈ ഡെൻസിറ്റി ഇൻ ഫീൽഡ് ഡിവൈഡഡ് ബൈ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി ഇൻ ലാബ് ഇൻറ്റു 100. ആ ഒരു റേഷ്യോനെയാണ് നമ്മൾ റിലേറ്റീവ് കോമ്പാക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ലാസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ കോമ്പാക്ഷൻ കൺട്രോൾ. അപ്പോൾ കോമ്പാക്ഷൻ നമുക്ക് രണ്ട് രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒന്ന്, ഇറ്റ് ഈസ് നെസസറി ടു ചെക്ക് ദ ഡെൻസിറ്റി ആൻഡ് വാട്ടർ കണ്ടൻറ്റ് ഇൻ ദ ഫീൽഡ് ടു അച്ചീവ് എഫക്റ്റീവ് കോമ്പാക്ഷൻ. നല്ല ഒരു എഫക്റ്റീവ് കോമ്പാക്ഷൻ നമുക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫീൽഡിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ചെക്ക് ചെയ്യേണ്ടത്. ഒന്ന്, നമുക്ക് ആവശ്യമായിട്ടുള്ള ഡെൻസിറ്റി അച്ചീവ് ചെയ്തോ, അതേപോലെ OMCയുടെ റേഞ്ചിൽ തന്നെയാണോ വാട്ടർ കണ്ടൻറ്റ് അപ്ലൈ ചെയ്യുന്നത്. ഇത് രണ്ടുമാണ് നമ്മൾ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ കോമ്പാക്ഷൻ കൺട്രോൾ എന്ന് പറയുമ്പോൾ ഇൻഡയറക്ട്ലി നമ്മൾ ഡെൻസിറ്റിയും വാട്ടർ കണ്ടൻറ്റുമാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യേണ്ടത്. ദ കോമ്പാക്ഷൻ കൺട്രോൾ ഈസ് അച്ചീവ്ഡ് ബൈ കൺട്രോളിംഗ് ദ ഡ്രൈ ഡെൻസിറ്റി ആൻഡ് വാട്ടർ കണ്ടൻറ്റ് ഓഫ് കോമ്പാക്റ്റഡ് സോയിൽ ഇൻ ദ ഫീൽഡ്. അപ്പോൾ ഫസ്റ്റ് വൺ, കൺട്രോൾ ഓഫ് ഡെൻസിറ്റി. അപ്പോൾ നമുക്ക് ചുമ്മാ നമുക്ക് കോമ്പാക്ഷൻ ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് ആവശ്യമായിട്ടുള്ള ഡെൻസിറ്റി എത്തിയോ എന്ന് അറിയാനായിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് ഡെൻസിറ്റിയുടെ ടെസ്റ്റുകൾ ചെയ്തിട്ട് അത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഡെൻസിറ്റി എത്തിയെങ്കിൽ നമുക്ക് അവിടെ വെച്ച് കോമ്പാക്ഷൻ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡ്രൈ ഡെൻസിറ്റി ഇൻ ദ ഫീൽഡ് ആർ മെഷേർഡ് ബൈ കോർ കട്ടർ മെത്തേഡ് ഓർ സാൻഡ് റിപ്ലേസ്മെൻറ്റ് മെത്തേഡ്. അപ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക് ഡെൻസിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഫീൽഡിൽ ഡെൻസിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കോർ കട്ടർ മെത്തേഡും സാൻഡ് റിപ്ലേസ്മെൻറ്റ് മെത്തേഡുമാണ്. ഇത് ഓൾറെഡി നമ്മൾ സെക്കൻഡ് മോഡ്യൂളിലൊക്കെ പഠിച്ചതാണ്. അപ്പോൾ ഈ രണ്ട് മെത്തേഡ് നമുക്ക് യൂസ് ചെയ്ത് നമുക്ക് ഡെൻസിറ്റി കൺട്രോൾ ചെയ്യാം. അടുത്തത് കൺട്രോൾ ഓഫ് വാട്ടർ കണ്ടൻറ്റ്. അപ്പോൾ നമുക്ക് ഫീൽഡിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ വാട്ടർ കണ്ടൻറ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടർ കണ്ടൻറ്റ് ഇൻ ദ ഫീൽഡ് ഈസ് മെഷേർഡ് ബൈ കാൽഷ്യം കാർബൈഡ് മെത്തേഡ്, ആൽക്കഹോൾ മെത്തേഡ്, സാൻഡ് ബാത്ത് മെത്തേഡ് ഓർ പ്രോക്ടർ നീഡിൽ മെത്തേഡ്. അപ്പോൾ ഇതും നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ പഠിച്ചതാണ്. ഫീൽഡ് വാട്ടർ കണ്ടൻറ്റ് ഡിറ്റർമിനേഷനിൽ നമ്മൾ പറഞ്ഞു പോയതാണ്, ഡീറ്റെയിൽഡായിട്ട് പഠിച്ചിട്ടില്ല. അപ്പോൾ കൺട്രോൾ ഓഫ് വാട്ടർ കണ്ടൻറ്റ് നമുക്ക് ഫീൽഡിൽ ചെയ്യാൻ പറ്റിയ മെത്തേഡ്സാണ്. ഇതിനകത്ത് ഈ പ്രോക്ടർ നീഡിൽ മെത്തേഡാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് അത് നോക്കാം. പ്രോക്ടർ നീഡിൽ മെത്തേഡ് ഫോർ ഫീൽഡ് വാട്ടർ കൺട്രോൾ യൂസ്ഡ് ടു മെഷർ വാട്ടർ കണ്ടൻറ്റ് ഇൻ ദ ഫീൽഡ് ഇൻഡയറക്ട്ലി. അപ്പോൾ ഇൻഡയറക്ട്ലി നമുക്ക് ഫീൽഡിലുള്ള വാട്ടർ കണ്ടൻറ്റിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോക്ടർ നീഡിൽ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. പ്രോക്ടർ നീഡിൽ കൺസിസ്റ്റ് ഓഫ് എ റോഡ് അറ്റാച്ച്ഡ് ടു ദ സ്പ്രിംഗ് ലോഡഡ് പ്ലഞ്ചർ. അപ്പോൾ പ്രോക്ടർ നീഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു റോഡാണ് ഒരു സ്പ്രിംഗ് ലോഡഡ് പ്ലഞ്ചറുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ ഒരു പ്രോക്ടർ നീഡിലിൻ്റെ ഫിഗർ വരുന്നത്. അപ്പോൾ ഒരുപാട് നീഡിലുണ്ട്. നമുക്ക് ടൈപ്പ് ഓഫ് സോയിൽ മാറുന്ന അനുസരിച്ചിട്ട് നമുക്ക് നീഡിൽ മാറ്റി യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്കൊരു ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിവറാണ്. ഇവിടെ ഗ്രാജുവേറ്റർ റീഡിങ്സ് ഉണ്ട്, ഇവിടെ പെനട്രേഷൻ മെഷർ ചെയ്യാനുള്ള റീഡിങ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. ഇത് ഹാൻഡിലാണ്, ഇതിനാണ് നമ്മൾ സ്റ്റെം എന്ന് പറയുന്നത്. ഇവിടെ ഒരു സ്പ്രിങ് അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ഇത് നീഡിൽ ഷാങ്കാണ്. ഇതാണ് നീഡിൽ പോയിൻ്റ്. ഇവിടെയാണ് നമുക്ക് നീഡിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഗ്രൗണ്ട് സർഫസിൽ കൊണ്ട് ഇത് പ്രസ് ചെയ്യുമ്പോൾ ഈ സ്പ്രിങ് ആക്ഷൻ കൊണ്ട് ഇത് മുകളിലേക്ക് കംപ്രസ് ആവും. അപ്പോൾ നമ്മൾ അറിയുന്ന ലോഡും ഇത് എത്ര കംപ്രസ് ആയി എന്നുള്ള ബേസ് ചെയ്തിട്ട് നമുക്ക് അവിടുത്തെ വാട്ടർ കണ്ടൻറ്റ് കാലിബ്രേഷൻ ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കാം. The stem of the plunger is marked to read the resistance recorded during the test. അപ്പോൾ നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു നീഡിൽ നമ്മുടെ സോയിൽ സർഫസിലേക്ക് പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്ലഞ്ചറിലുള്ള സ്റ്റെമ്മ് അതിനകത്ത് കുറേ റീഡിങ്സ് ഉണ്ട്. ആ റീഡിങ്സിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? നമ്മൾ ഈ അപ്ലൈ ചെയ്തേക്കുന്ന ഫോഴ്സ്, നമ്മൾ എത്ര ഫോഴ്സിലാണോ ഇതിനെ താഴത്തേക്ക് പ്രസ് ചെയ്യുന്നത്, ആ ഒരു ഫോഴ്സ് നമുക്ക് ആ ഒരു സ്റ്റെമ്മിലുള്ള റീഡിങ്സിൽ, പ്ലഞ്ചറിലുള്ള റീഡിങ്സിൽ നമുക്ക് കറക്റ്റായിട്ട് നോട്ട് ചെയ്യാൻ പറ്റും. ദ നീഡിൽ ഷാങ്ക് ഹാസ് ഗ്രാജുവേഷൻസ് ടു ഇൻഡിക്കേറ്റ് ദ ഡെപ്ത് ഓഫ് പെനട്രേഷൻ. ഇനി നമ്മുടെ ആ നീഡിൽ ഷാങ്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷനാണ്. ഈ ഒരു പോർഷനിൽ കുറേ ഗ്രാജുവേറ്റഡ് റീഡിങ്സ് ഉണ്ട്. ഇത് എത്രത്തോളം മണ്ണിലേക്ക് സിങ്കായി പോയി എന്നുള്ള ഗ്രാജുവേറ്റഡ് റീഡിങ്സ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. ദ നീഡിൽ ഈസ് പെനട്രേറ്റഡ് ഇൻ ദ സോയിൽ after the soil has been compacted at a given water content in the compaction test in laboratory. അപ്പോൾ നമ്മൾ ലബോറട്ടറിയിൽ അതിൻ്റെ കോമ്പാക്ഷൻ ടെസ്റ്റൊക്കെ ചെയ്ത് അതിൻ്റെ റിസൾട്ട് കിട്ടി കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു പ്രോക്ടർ നീഡിൽ എടുത്തിട്ട് നമ്മുടെ ഫീൽഡിൽ കൊണ്ടുപോയിട്ട് നമുക്ക് എവിടെ പോയിന്റിലാണോ വാട്ടർ കണ്ടൻറ്റ് ചെക്ക് ചെയ്യേണ്ടത് അവിടെ കൊണ്ട് പെനട്രേറ്റ് ചെയ്യുക. ദ പെനട്രേഷൻ ഫോഴ്സ് ഈസ് റീഡ് ഓൺ ദ സ്റ്റെം അറ്റ് ടോപ്പ്. അപ്പോൾ സ്റ്റെമ്മിൽ ടോപ്പിൽ നമുക്ക് പെനട്രേഷൻ ഫോഴ്സ് എത്രയാണോ അപ്ലൈ ചെയ്തതെന്നുള്ളത് നമുക്ക് കിട്ടും. ദ ഫോഴ്സ് റിക്വയർഡ് ടു പെനട്രേഷൻ ഡിപ്പെൻഡിങ് ഓൺ ദ വാട്ടർ കണ്ടൻറ്റ്. അപ്പോൾ ഈ ഒരു ഫോഴ്സ് എത്ര ഫോഴ്സിൽ നമുക്ക് അപ്ലൈ ചെയ്യണമെന്നുള്ളത് ആ സോയിലിൽ, ഫീൽഡിലുള്ള സോയിലിൻ്റെ വാട്ടർ കണ്ടൻറ്റിനാണ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എ കാലിബ്രേഷൻ കർവ് ഈസ് പ്ലോട്ടഡ് ബിറ്റ്വീൻ വാട്ടർ കണ്ടൻറ്റ് ആൻഡ് പെനട്രേഷൻ റെസിസ്റ്റൻസ്. അപ്പോൾ
ഓൾറെഡി നമുക്കൊരു കാലിബ്രേഷൻ സ്റ്റാൻഡേർഡ് കർവ് ഉണ്ട്. വാട്ടർ കണ്ടൻറ്റും പെനട്രേഷൻ റെസിസ്റ്റൻസിനെയും ബേസ് ചെയ്തിട്ട് നമുക്കൊരു കാലിബ്രേഷൻ കർവ് ഉണ്ട്. ദ വാട്ടർ കണ്ടൻറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ഫ്രം ദ കാലിബ്രേഷൻ കർവ് കറസ്പോണ്ടിങ് ടു ദ പെനട്രേഷൻ റെസിസ്റ്റൻസ് ഓഫ് ദ കോമ്പാക്റ്റഡ് സോയിൽ ഇൻ ദ ഫീൽഡ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാലിബ്രേഷൻ സ്റ്റാൻഡേർഡ് കർവ് ഉണ്ട്. ഇനി നമ്മൾ ഈ ഒരു നീഡിൽ താഴത്തേക്ക് പ്രസ് ചെയ്തപ്പോൾ എത്ര ഫോഴ്സാണ് നമ്മൾ അപ്ലൈ ചെയ്തെന്നുള്ളത് നമുക്ക് ഇവിടുത്തെ ഗ്രാജുവേറ്റർ റീഡിങ്ങിൽ നിന്ന് കിട്ടും. ഓക്കെ, ഇനി ആ റീഡിങ്, ആ ഫോഴ്സ് എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി നമുക്കൊരു കാലിബ്രേഷൻ കർവ് ഉണ്ട്. അപ്പോൾ ആ കർവിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ 1 കിലോ ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ അവിടുത്തെ വാട്ടർ കണ്ടൻറ്റ് എത്രയാണെന്ന് നമുക്ക് ആ ഒരു കർവിൽ നിന്ന് കിട്ടും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഒരു ഫീൽഡിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ അപ്ലൈ ചെയ്ത ഫോഴ്സ് നമുക്ക് ആ ഒരു ഗ്രാജുവേറ്റർ റീഡിങ്സിൽ നിന്ന് കിട്ടും. ആ ഫോഴ്സിൻ്റെ വാല്യൂ നമ്മുടെ കാലിബ്രേഷൻ കർവുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ വാട്ടർ കണ്ടൻറ്റ് എത്രയാണെന്നുള്ളത് നമുക്ക് അപ്രോക്സിമേറ്റ്ലി മനസ്സിലാവും. ഇതാണ് അതിൻ്റെ ഒരു കാലിബ്രേഷൻ കർവിൻ്റെ ഫിഗർ. ഇവിടെ വൈ ആക്സിസിൽ നമ്മൾ പെനട്രേഷൻ റെസിസ്റ്റൻസ് അതിൻ്റെ യൂണിറ്റ് കിലോ ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. എക്സ് ആക്സിസിൽ നമ്മുടെ വാട്ടർ കണ്ടൻ്റ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കാലിബ്രേഷൻ കർവ്. അപ്പോൾ ഈ ഒരു കർവിൽ നിന്ന് നമുക്ക് ഏത് വാല്യൂസ് വേണമെങ്കിലും റീഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ സപ്പോസ് നമുക്ക് കിട്ടുന്നത് ഒരു 10 കിലോ ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്ന റീഡിംഗ് ആണെങ്കിൽ അത് ഈ കാലിബ്രേഷൻ കർവിൽ എവിടെയാണോ മീറ്റ് ചെയ്യുന്നത് അത് താഴത്തേക്ക് വോട്ട് ചെയ്താൽ അവിടെയുള്ള വാട്ടർ കണ്ടൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ പ്രോക്ടർ നീഡിൽ ഉപയോഗിച്ച് ഫീൽഡ് വാട്ടർ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്കും കൂടി ആയപ്പോൾ നമ്മുടെ മൊഡ്യൂൾ നമ്പർ 4-ലെ കോമ്പാക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ നമ്മൾ മൊഡ്യൂൾ 4-ൽ കൺസോൾട്ടേഷൻ പഠിച്ചു, അതിൻ്റെ പ്രോബ്ലംസൊക്കെ വർക്കൗട്ട് ചെയ്തായിരുന്നു, കോമ്പാക്ഷനും പഠിച്ചു. ഇനി നമുക്ക് അതിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് കൂടി വർക്കൗട്ട് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്യൂറീസോ ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.